കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. വാത്സല്യമക്കളെ, നിങ്ങളുടെ കഴിവിനും ശക്തിക്കും അപ്പുറമായ വലിയ തടസ്സങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഇല്ലേ? വിൽപവറും കായിക ശേഷിയും സമ്പത്തും കൊണ്ട് നേരിടുവാനും മാറ്റുവാനും കഴിയാത്തവയായിരിക്കും അവയിൽ പലതും. അത് ഒരുപക്ഷെ അനിയന്ത്രിതമായ ജഡമോഹങ്ങളാകാം, ആസക്തികളാകാം, വികാര അഗ്നിയായി മനസ്സിൽ ആളിക്കത്തുന്ന വെറുപ്പും പ്രതികാര ചിന്തകളുമാകാം, ശത്രുക്കളാകാം, അല്ലെങ്കിൽ മനസ്സിനെ മരവിപ്പിക്കുന്ന ജീവിത ദുരന്തങ്ങളും ദുഃഖങ്ങളുമൊക്കെ ആകാം. നിനക്ക് അതിജീവിക്കാൻ കഴിയാത്ത ഇത്തരം ജീവിത പ്രതിസന്ധികളിൽ കുഞ്ഞെ, നീ തളർന്നു പോകാറില്ലേ? കഠിന പരിശ്രമവും സാഹസിക മുന്നേറ്റവും അനാരോഗ്യകരമായ ശീലങ്ങളും കൊണ്ട് ഇത്തരം പ്രതിസന്ധികളെ നേരിടുവാൻ എൻ്റെ മക്കൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ആഭിചാരക്രിയകളുടെ വഴിയേയും പലരും പലപ്പോഴും പോകാറുണ്ട്. ഞാനിതൊക്കെ അറിയുന്നുണ്ട് മക്കളെ. നിന്നേക്കാൾ വലിയ പ്രതിസന്ധികളെ നേരിടാൻ നിന്നിലും വലിയവൻ നിന്നോടൊപ്പമുണ്ടായേ പറ്റൂ. വെറുതെ പൊരുതി തളർന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല കുഞ്ഞെ. എല്ലാ കൊടുങ്കാറ്റുകളെയും അതിജീവിക്കാൻ നിങ്ങൾ സ്വയം ശക്തരല്ല. അതെനിക്കറിയാം. മക്കളും അത് മനസ്സിലാക്കണം. കഠിന ജീവിത പ്രതിസന്ധികളെ നേരിട്ടപ്പോൾ ഭാഗ്യവാനായ പൗലോസ് സ്വീകരിച്ച നിലപാട് നീ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു കാര്യവും തൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ചെയ്തുവെന്ന് ഒരിക്കലും പൗലോസ് അവകാശപ്പെട്ടിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിലും ശക്തിക്കും വിമോചനത്തിനും വേണ്ടി അവൻ എന്നിലേക്ക് നോക്കുമായിരുന്നു. അതായിരുന്നു അവൻ്റെ സമുന്നത ആത്മീയ ശൈലി. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ് അവൻ്റെ സാക്ഷ്യം. ഇപ്പോൾ മക്കൾ അഭിമുഖീകരിക്കുന്ന ജീവിത പരീക്ഷണങ്ങളെ നേരിടുവാൻ സർവശക്തൻ നിങ്ങളെ ശക്തരാക്കുമ്പോൾ നിങ്ങൾ ശക്തരാകും. ആസക്തികളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ ശക്തനാകുന്നവൻ മുഖാന്തരം ശക്തരാക്കിയാലേ സാധ്യമാകൂ. ദുഃഖം, നിരാശ, നിസ്സഹായത തുടങ്ങിയ മനസ്സിലെ മതിൽക്കെട്ടുകളെ മറിച്ചിടുവാൻ സർവശക്തനായ ഞാൻ നിങ്ങളെ ശക്തരാക്കുമ്പോൾ സാധ്യമാകും. പ്രിയ കുഞ്ഞെ, എൻ്റെ ശക്തിയാൽ ശക്തരാക്കപ്പെടുന്നവർക്ക് സാധിക്കാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവരും അതിനായി ഹൃദയം സമർപ്പിക്കുന്നവരും എൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ കാണും. എന്നെ നോക്കുന്നവർ പ്രകാശിതരാകും. അവരിലേക്ക് എൻ്റെ വിസ്മയ ശക്തിയും സമാധാനവും സന്തോഷവും സ്നേഹവും ഞാൻ സമൃദ്ധിയായി പകരും. അവർ കൊടുങ്കാറ്റും തിരമാലകളും മുറിച്ച് മുന്നേറും. 28-ാം സങ്കീർത്തനം.
കർത്താവിൻ്റെ ശക്തിയും പരിചയവുമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനമാലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. 2 കൊരിന്ത്യർ 12-9-10 വാക്യങ്ങൾ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഇന്നേ ദിവസം അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.